നമുക്കിന്ന് നാടൻ കപ്പപ്പുഴുക്ക് വളരെ പെട്ടെന്നായിട്ട് ടേസ്റ്റി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളാക്കിയ കപ്പ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കപ്പ മുങ്ങുന്ന രീതിയിൽ തന്നെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ കപ്പ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിന്റെ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. ഇനി ഒരു ചട്ടി നന്നായി ചൂടാക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നന്നായി മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക്, കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇതൊരു 3 മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത തേങ്ങ കൂടിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കിയെടുക്കാം. 3 മിനിറ്റ്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ നാടൻ കപ്പപ്പുഴുക്ക് തയ്യാറായിട്ടുണ്ട്.